അപ്പോൾ ഓണത്തിൻ്റെ ഹാപ്പി ഓണം പറയേണ്ടതാണ്. പക്ഷേ ഹാപ്പി ഓണത്തിൻ്റെ കഥകളിലാണ് തുടങ്ങിയതെങ്കിലും അവസാനിക്കുമ്പോൾ ദുഃഖസാന്ദ്രമായിട്ടുള്ള ഒരു ഓർമ്മകളിലേക്ക് ഇത്തിരി ഞാൻ പോയി. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ പറയാൻ. എന്തായാലും വ്യക്തിപരമല്ലെങ്കിലും നാടിന് ഒരു സമ്പൽ സമൃദ്ധിയുടെ ഓണം ഉണ്ടാകട്ടെ. ഇതൊരു നല്ല പാരമ്പര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മപ്പെടുത്തലാണ്. ആ വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനാകട്ടെ. ആ മുന്നോട്ട് പോക്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. ദുരന്തങ്ങളിൽ കേരളം കാണിക്കുന്ന സമാനതകളില്ലാത്തൊരു പങ്കുണ്ട്, നമുക്ക് മറക്കാനാകില്ല. ഞാൻ പലപ്പോഴും കൈരളിയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പലപ്പോഴും എനിക്ക് ഈ ദുരന്ത മുഹൂർത്തത്തിലുണ്ടായ ഏറ്റവും ഭീകരമായ അനുഭവം, കോടിക്കണക്കിന് രൂപ തന്ന് ഇതിൽ പങ്കാളിയാകാൻ തയ്യാറായിട്ടുള്ള മനുഷ്യരുടെ സന്ദേശങ്ങൾ മാത്രമായിരുന്നില്ല. ആദ്യത്തെ ദിവസം തന്നെ ഞാനത് ഇപ്പോൾ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച കൽപ്പറ്റയിലെ ദുരന്തബാധിതരെ അഭിനന്ദിക്കാനുള്ളൊരു പരിപാടിയിൽ, അതിൽ സഹായിച്ചവരെ അഭിനന്ദിക്കാനുള്ള ഒരു പരിപാടിയിൽ ഞാൻ പറഞ്ഞു. ആദ്യത്തെ ദിവസം ഞാനും മുഹമ്മദ് റിയാസും കൂടി രാത്രി ഏറെ വൈകി ആസ്റ്റർ ആശുപത്രിയിലൂടെ അവിടെ ഭ്രാന്തമായ ചിന്തകളോടെ മനുഷ്യരുടെ ദുരന്ത മുഹൂർത്തത്തിലൂടെ കടന്നു പോകുമ്പോൾ കൈകാലുകൾ നഷ്ടപ്പെട്ടവർ, നിലവിളിക്കുന്നവർ, ബന്ധുക്കൾ അന്വേഷിക്കുന്നവർ, തൊട്ടപ്പുറത്ത് കിടക്കുന്ന മരണപ്പെട്ടവർ അറിയാതിരിക്കുന്നവർ, ഇവരുടെ ഇടയിലൂടെയൊക്കെ ഭ്രാന്തമായ മനസ്സോടെ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി, ഇതുവരെ കണ്ടിട്ടില്ല ഞാനവരെ, പക്ഷെ അവരയച്ചൊരു സന്ദേശം മറക്കാതെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരെഴുതിയ സന്ദേശം അവിടെ നിന്ന് ലഭ്യമാകുന്ന വാർത്തകൾ കേട്ട് കരൾ പുടയുകയാണ്. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്നൊരു ചാനൽ ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട്. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടിട്ടുണ്ടെങ്കിൽ നിറമാറുമായി ഒരമ്മ വിളിപ്പാടകല കാത്തിരിക്കുന്നുണ്ട് എന്നങ്ങ് അവരറിയിക്കണം എന്നായിരുന്നു ആ സന്ദേശം. യഥാർത്ഥത്തിൽ മുല കുടിക്കുന്ന ഒരു കുട്ടി ഒരു രക്തബന്ധവുമില്ലാതെ, നേരിട്ട് പരിചയമില്ലാതെ, എവിടെയാണ് ജീവിച്ചിരിക്കുന്നതെന്നറിയാതെ ഒരു കുട്ടിയുണ്ടെന്ന് വാർത്ത എഴുതി കാണിച്ചപ്പോൾ അവർക്ക് വേണ്ടി നിറമാറുമായി വരാൻ തയ്യാറായ, മലയാളത്തിൻ്റെ മാതൃത്വം ഉൾപ്പെടെ പങ്കെടുത്ത ഒരു കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ലോകം കണ്ടിട്ടില്ലാത്ത ഒരു പുനരധിവാസ ദുരന്ത നിവാരണ പ്രക്രിയയായിരുന്നു കേരളത്തിൽ നടന്നത്. ആ പ്രക്രിയയ്ക്ക് പിന്തുണ നൽകിയ എല്ലാവരോടും ഈ ഓണകാലത്ത് നന്ദി കൂടി രേഖപ്പെടുത്തണം എന്ന് കരുതുന്നു. ഓണാശംസ.